നിഖില വിമലിനെ ദിലീപ് തുറിച്ചു നോക്കിയ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് കിടന്ന് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. അതായത് ഈ ഒരു വീഡിയോ വെച്ചുകൊണ്ട് കണ്ടോ ദിലീപിന്റെ ആ നോട്ടം കണ്ടോ, അല്ലെങ്കിൽ ദിലീപിന്റെ ആ ഒരു തുറിച്ചു നോട്ടം ദിലീപ് നോക്കി നിഖില പെട്ടു എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അധികം വീഡിയോസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇതിൽ ദിലീപ് ആ നോക്കുന്നതും തൊട്ട് ബാക്കിൽ നിൽക്കുന്നത് നിഖില വിമലാണ്. അപ്പോൾ ഈ സംഭവം വെച്ചുകൊണ്ട് യവനോ എടുത്ത ഒരു വീഡിയോ അത് സോഷ്യൽ മീഡിയയിൽ ക്യാപ്ഷനും ചേർത്തുകൊണ്ടങ്ങ് ഇട്ടപ്പോഴത്തേക്കും അത് പിന്നെ അത് എല്ലാവരും എടുത്തങ്ങ് ചർച്ചാ വിഷയമാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ എന്താണ്? ദിലീപിന് നിഖില വിമലിനെ തന്നെയാണോ നോക്കിയത്, അല്ലെങ്കിൽ ദിലീപ് ഈ പറയുന്ന രീതിയിൽ നിഖിലയോട് ദിലീപിന് എന്താണ് ആ ഒരു തരത്തിലുള്ള വൈരാഗ്യം, അല്ലെങ്കിൽ ദിലീപ് എന്തിനാണ് ഇങ്ങനെ നോക്കിയത് എന്നൊക്കെയുള്ള തോതിലുള്ള കുറേ അധികം ചർച്ചാ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ വന്ന കുറേ അധികം കമന്റുകൾ വായിക്കുമ്പോൾ തന്നെ അറിയാം. അതായത് കണ്ടോ പെട്ട് നിഖിലയെ നോട്ടമിട്ടു, ദിലീപിന്റെ ആ ഒരു തുറിച്ചു നോട്ടം, അവനാണ് ശരിയല്ല, നിഖില സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അധികം കമന്റോളികൾ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് താഴെയൊക്കെ വന്നിട്ട്. ഇതിപ്പോൾ കുറേ ഇടത്തുണ്ട് ഈ വീഡിയോ. ശരിക്കും പറഞ്ഞാൽ സംഭവം പലതരത്തിലാണ് ഇതിന്റെ ഒരു രീതി പോകുന്നത്. അതായത് ഒരു വിഭാഗം പറയുന്നത്, അതായത് ദിലീപിന് എന്താണ് നിഖിലയോട് ആ ഒരു ഇത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ കമന്റ് ബോക്സിൽ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ചിലർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇടക്കാലത്ത് വെച്ചിട്ട്, അതായത് ഇപ്പോൾ കുറച്ച് മാസങ്ങൾ മുന്നേ കണ്ടാണ് ഈ നിഖിലയും അതോടൊപ്പം തന്നെ ദിലീപും ഒക്കെ ചേർന്നുകൊണ്ട് കുറച്ച് ആക്ടേഴ്സൊക്കെ ചേർന്നുകൊണ്ട് വിദേശത്തൊരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായി. കുറച്ചൊരു വലിയൊരു ഇവന്റ് ആ ഒരു തരത്തിലുള്ള ഒരു വലിയ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് ദിലീപ് മൊത്ത് അടിച്ചു പൊളിച്ചുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ നിഖിലൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് അവർ തമ്മിലുള്ള ആ ഒരു കോംബോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഇതാണ് ആ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ ഇടക്കാലത്ത് നടന്ന ഒരു കാര്യമാണ്, വിദേശത്ത് പോയിട്ടുള്ള ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ദിലീപിന് നിഖിലയോട് ആ ഒരു തരത്തിൽ ദേഷ്യം തോന്നാനോ, അല്ലെങ്കിൽ നിഖിലയ്ക്ക് ദിലീപിനോട് എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യം ഉണ്ടാവാനായിട്ടുള്ള ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇവർ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഒരുമിച്ച് അതും ആ ഒരു തരത്തിൽ ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ടുള്ള ആ ഒരു രീതി പങ്കെടുക്കത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ഇതിൽ ചിലർ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെ ഡാൻസ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു തരത്തിലുള്ള പ്രോഗ്രാമിനൊക്കെ തന്നെ ഒരുമിച്ച് ദിലീപിനൊപ്പം പങ്കെടുത്തിട്ട് തിരിച്ചു വന്നിട്ട് അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോറി ഇടുകയോ ആ ഒരു തരത്തിലൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുകയോ ചെയ്തെന്ന് പറഞ്ഞിട്ട് മറ്റൊരു കൂട്ടർ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണ് ശരി, എന്താണ് തെറ്റ്? ഇതിലിപ്പോൾ ദിലീപ് ആ നോക്കിയതാണോ തെറ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിഖില വിമലിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണോ? ആ ഒരു തരത്തിലൊക്കെയുള്ള കുറേ അധികം എന്താ പറയുക കമന്റുകളുമായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ആദ്യം ഈ വീഡിയോ എടുത്തവൻ, അതായത് അവൻ കറക്റ്റായിട്ട് ആ ഒരു ഫോക്കസ് ചെയ്ത് വേറൊന്നും നമുക്ക് കാണാൻ വയ്യ. ഇതിനകത്ത് ദിലീപിന്റെ ആ ഒരു മുഖവും തൊട്ട് ബാക്കിൽ നിൽക്കുന്ന നിഖില വിമലിന്റെ ആ ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ദിലീപ് നോക്കിയത് നിഖില വിമലിനെ തന്നെയാണോ, ഇനി നിഖില വിമലിന്റെ ബാക്കിൽ ആരെങ്കിലും നിൽപ്പുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. ദിലീപ് എന്ത് ഇതിലാണ് നോക്കിയതെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഒരാൾ ഇന്ന ഒരു ക്യാപ്ഷൻ ഇട്ട് ഇതാണ് സംഭവം എന്ന് പറഞ്ഞ് അതങ്ങ് ഏറ്റുപിടിക്കാനായിട്ട് കുറേ എണ്ണം ഉണ്ട്. പ്രത്യേകിച്ച് ദിലീപ് വിഷയം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കത്തിക്കയറുമെന്നത് അറിയാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചേർത്തങ്ങ് ഇറക്കും, അത് പിന്നെ ഏറ്റെടുക്കാനായിട്ട് കുറേ എണ്ണം ഉണ്ട്. ആ ഒരു തരത്തിലൊക്കെ കാര്യങ്ങൾ മാറുകയാണ് ശരിക്കും പറയാൻ ചെയ്തത്. അല്ലാതെ ഇവിടെ ദിലീപ് ഭയങ്കരമായിട്ട് നോക്കിയെന്നോ ദിലീപ് എന്തോ തുറിച്ച് ആ ഒരു തരത്തിൽ നിഖിലയെ നോക്കിയെന്നോ തന്നെ എനിക്കത് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തന്നെ തോന്നുന്നില്ല. ദിലീപ് ഇനി വേറെ ആരെങ്കിലും നോക്കിയതാണ്. ദിലീപ് ആ ഒരു നോട്ടം ജസ്റ്റ് ഇങ്ങനെ നോക്കിയതിന് ശേഷം അപ്പം തന്നെ തിരിഞ്ഞ് വേറെ ആരുടെ ഇങ്ങനെ കൈയടിച്ചിട്ട് ദിലീപ് അപ്പോഴേ അങ്ങനെ തിരിഞ്ഞ് നോക്കുന്ന ഒരു ഇതാണ് കണ്ടത്. ഇത് എന്തൊക്കെയോ ചേർത്ത് കൊണ്ട് ദിലീപ് അങ്ങനെ ദിലീപ് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ദിലീപിനെ എഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവർ കുറേ എണ്ണം ആ ഒരു തരത്തിൽ കമന്റ് ചെയ്ത് അതാണ് ഇതാണ് മറ്റേതാണ്, പിന്നെ അതിനെക്കുറിച്ച് കുറേ എണ്ണം റിയാക്ട് ചെയ്ത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന കോടതി വിധി വന്നു ദിലീപ് നിരപരാധി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിധി വന്നു. അതിനുശേഷവും ഇത് അംഗീകരിക്കാൻ പറ്റാത്ത ചിലരൊക്കെ തന്നെയും ദിലീപിനെ അഗൈൻസ്റ്റ് ആയിട്ട് ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ കോടതി വിധി അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് കോടതിയിലാണ് അത് തെളിയിച്ച് കാണിക്കേണ്ടത്. അതായത് ദിലീപിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിച്ച് ദിലീപിന് ശിക്ഷ വാങ്ങി കൊടുക്കുകയാണ് വേണ്ടത്. കോടതിക്ക് മുന്നിൽ ദിലീപ് ഇപ്പോൾ നിരപരാധിയാണ്. അതുകൊണ്ട് തന്നെ ദിലീപിനെ നിരവധി സാഹചര്യത്തിൽ കുറ്റക്കാരനെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ ഇനി മേൽക്കോടതിയിൽ പോകുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത്രയും കൊല്ലം, അതായത് ഈ 9 കൊല്ലം കൊണ്ട് ഇവർക്ക് ഒരു തരത്തിലുള്ള തെളിവുകളും ദിലീപിനെതിരെ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി മേൽക്കോടതിയിൽ പോയിട്ട് ഇവർ എന്ത് തെളിവാണ് ഹാജരാക്കാൻ പോകുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഇവിടെയൊക്കെ ഹാജരാക്കിയ ഈ തെളിവുകളും കൊണ്ടാണ് ഇവർ മേൽക്കോടതിയിൽ പോകുന്നതെങ്കിൽ ഇതിനപ്പുറം ഒരു വിധി വരാൻ പോകുന്നില്ല. ദിലീപ് നിരപരാധി എന്ന് തന്നെ ഇനി ഏത് കോടതിയിൽ പോയാലും ആ ഒരു തരത്തിലുള്ള വിധി തന്നെ വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അല്ലാതെ ഇതൊക്കെ ഇപ്പോൾ അപ്പീലിന് പോകുന്നു, അത് പോകുന്നു, ഇത് പോകുന്നു എന്നൊക്കെ പറയുന്നത് എനിക്ക് പേഴ്സണലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അതിലൊന്നും ഒട്ടും വിശ്വാസം വരുന്നില്ല. ഇനി ദിലീപിനെ ഇവർ ശിക്ഷ വാങ്ങി കൊടുക്കുക, അല്ലെങ്കിൽ അതിനകത്ത് തെളിവ് വേണം. തെളിവ് ഒന്നും തന്നെ ഇല്ല. അത് ഈ 9 കൊല്ലം കൊണ്ട് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത തെളിവ് ഇനി എന്താണ്? ഇവരെന്തൊക്കെയോ തെളിവുകൾ ഉണ്ടാക്കി കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ അംഗീകരിച്ചില്ല എന്നൊക്കെ തരത്തിലൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കോടതിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തെളിവുകളായിരിക്കും ഇവർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവുക. അല്ലാതെ കോടതി എങ്ങനെയാണ് അത് അംഗീകരിക്കാതിരിക്കുന്നത്? അപ്പോൾ കോടതിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന തെളിവുകൾ, അല്ലെങ്കിൽ കോടതി അത് വാലിഡ് ആണോ എന്ന് നോക്കും, അത് റിയൽ ആയിട്ടുള്ള തെളിവുകളാണോ എന്ന് പരിശോധിക്കും. അപ്പോൾ ആ പരിശോധനയിൽ ഇത് സൃഷ്ടിച്ച തെളിവുകളാണോ, ഇത് ഫേക്ക് തെളിവുകളാണോ എന്ന് കോടതി അന്വേഷിച്ച് കണ്ടെത്തിയിട്ടായിരിക്കാം അത് ചിലപ്പോൾ മുഖവിലേക്ക് എടുക്കാത്തത്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം കോടതി എന്ന് പറയുന്നത് അവരവിടെ വെറുതെ ഇരിക്കുന്നതല്ല, അവരെല്ലാം പരിശോധിച്ച് ക്ലിയർ ആയിട്ട് എല്ലാ പോയിന്റ്സും നോക്കിയേ അവരൊരു വിധി വിധിക്കത്തുള്ളൂ. അപ്പോൾ തെളിവുകൾ ഹാജരാക്കി അത് അംഗീകരിച്ചില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആ ഹാജരാക്കിയ തെളിവുകൾ കോടതിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട തെളിവുകളാണെങ്കിൽ കോടതി എങ്ങനെ അംഗീകരിക്കും? അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കോടതി ഇത് അംഗീകരിക്കാത്തത്. അപ്പോൾ അങ്ങനെയുള്ള തെളിവുകളുമായിട്ടാണ് അവർ ഇനി മേൽക്കോടതിയിൽ പോകുന്നതെങ്കിൽ ഇത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ അവസ്ഥ എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ ഇപ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് എതിരെ നിൽക്കുന്നതോ ഒന്നുമല്ല. അതിജീവിതയ്ക്ക് നീതി ലഭിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനിവിടെ ആരും എതിരല്ല, ഞാൻ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും കുറ്റക്കാരനല്ലാത്ത ഒരു വ്യക്തിയെ, ഇപ്പോൾ അയാൾ നിരപരാധിയാണെങ്കിൽ അയാളെ കുറ്റക്കാരനാക്കണമെന്ന് തുനിഞ്ഞു നിൽക്കുന്ന ആ ഒരു കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. അല്ലെങ്കിൽ അത് കോടതി തെളിയണം, കോടതി പറയണം ഇയാൾ തെറ്റുകാരനാണ്, ഇയാൾക്കെതിരെ തെളിവുകളുണ്ട്, ആ ഒരു തരത്തിൽ കോടതി അത് അംഗീകരിക്കണം. എങ്കിൽ വിശ്വസിക്കാം 100%. ഇത് കോടതി പോലും നിരപരാധി എന്ന് പറഞ്ഞ് വിട്ടു. എന്നിട്ടും അയാളെ ചുറ്റിപ്പറ്റിക്കൊണ്ട് വാർത്തകൾ ഉണ്ടാക്കാനും വാർത്തകൾ പടച്ചു വിടാനും ഒക്കെ തന്നെ മാപ്രകൾക്ക് ഇപ്പോൾ ഭയങ്കര ഇതിൽ നടക്കുവാണ്. കാരണം അവർ വിചാരിച്ച കണക്ക് കാര്യങ്ങൾ നടന്നില്ല. അതിന്റെ ഒരു ക്രിമികടി ഇവറ്റകൾക്ക് ഉണ്ട്, അതായത് ഈ മാപ്രകൾക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല തരത്തിൽ ആ രോദനങ്ങൾ ഇങ്ങനെ കരഞ്ഞു തീർക്കുകയാണ്, അതിലൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഇവരൊക്കെ ചെയ്യുന്ന പരിപാടി എന്താണ്? ദിലീപിന്റെ വീട്ടിന്റെ മുകളിൽ കൊണ്ടുവന്ന് ഡ്രോൺ പറത്തുക, അവിടെ ചെല്ലുക, ഈ ദിലീപ് കക്കൂസി പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡ്രോൺ കൊണ്ടുപോകുക. ഇതൊക്കെ എന്ത് തരം തൊട്ടി ഏർപ്പാടാണ് ഇവറ്റകൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ദിലീപിന്റെ കുടുംബക്കാർ തന്നെ അതിനെതിരെ കേസിന് പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ചെറ്റ പരിപാടിയാണ്. കാരണം ഒരാളുടെ വീട്ടിന്റെ മുകളിൽ അവരുടെ അനുവാദമില്ലാതെ ഡ്രോണൊക്കെ പറത്തുന്ന ഇവറ്റകളെ പോലുള്ള മാപ്രകളാണ് നീതി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നടക്കുന്നവർ. അതിനിവിടെ കോടതി ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതിലൊരു വിധി ഇപ്പോൾ വന്നിട്ടുമുണ്ട്, അയാൾക്ക് അനുകൂലമായിട്ടൊരു വിധി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മേൽക്കോടതിയിലേക്ക് പോവുക. പക്ഷെ അതിന് തക്ക തെളിവ് വേണം. തെളിവില്ലാതെ ഏത് കോടതിയിൽ പോയാലും ഒരു രക്ഷയുമില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിലും ഇപ്പോൾ ദിലീപിനെതിരെ ഈ പറയുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും അതിൽ കുരു പൊട്ടിക്കുന്ന രീതിയിൽ, അതായത് ഇപ്പോൾ ഈ നിഖില വിമലിന്റെ ഈ ഒരു കാര്യത്തിലായാൽ പോലും എന്താണ് അതിൻ്റെ അകത്ത്, എനിക്ക് അതിൻ്റെ അകത്ത് കണ്ടിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും തോന്നുന്നില്ല. അയാളൊന്ന് തിരിഞ്ഞ് നോക്കി, അതോടൊപ്പം തന്നെ ആ നോട്ടത്തിൽ കുറച്ച് തീവ്രത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഇന്ന രീതിയിലാണ് നോക്കിയത് എന്ന് അങ്ങ് പടച്ചങ്ങ് വിടുവാണ്. നീലാവിമലിനെ നോക്കി ദഹിപ്പിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു വലിയ നോട്ടമായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതങ്ങ് വീഡിയോ അങ്ങ് പുറത്തു വിടുകയാണ്. പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് മറ്റ് കുറേ എണ്ണം ഇരിപ്പുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദിലീപിന്റെ കാര്യമായതുകൊണ്ടാണ്. അല്ലാതെ വേറെ വല്ലൊരു കാര്യമാണെങ്കിൽ ഇതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ദിലീപിന്റെ എന്തെങ്കിലും ഒരു പൊട്ടി ഒരു സാധനം കൈ കിട്ടിയാലും അത് എന്തോ വലിയ സംഭവമാണ് ദിലീപ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചു വിടാനായിട്ട് കുറേ എണ്ണത്തിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അത് തന്നെയാണ് ഇതിലും കാണുന്നത്. അല്ലാതെ എനിക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നുന്നില്ല ശരിക്കും. ഇനി നീലാവിമലിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിദ്വേഷം ദിലീപിൻ്റെ അടുത്തുണ്ടോ, അല്ലെങ്കിൽ ദിലീപിന് ഇനി എന്തെങ്കിലും തരത്തിലുള്ള വിദ്വേഷം ഇനി നീലാവിമലിൻ്റെ അടുത്ത് ഉണ്ടോ എന്നൊന്നും നമുക്ക് പേഴ്സണലി അറിയാത്ത ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് വെറുതെ ആവശ്യമില്ലാത്ത തരത്തിൽ ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അവർ തന്നെ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഒരു നോട്ടത്തിന്റെ പേരിൽ ഇങ്ങനെയൊക്കെയാണോ, അവൻ മറ്റതാണ്, അവൻ നിന്നെ അത് ചെയ്ത് കളയും, നിന്നെ ഇത് ചെയ്ത് കളയും എന്നൊക്കെ പറയാനായിട്ട് ഈ ഇവന്മാർക്ക് ആരുടെ എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ശുദ്ധ തെമ്മാടിത്തരമാണ് ഈ ഒരു രീതിയിൽ കാണിക്കുന്ന പോക്കർത്തരം എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലാതെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു തരത്തിലും നമുക്കൊരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അത് മറ്റൊരു സത്യസന്ധമായിട്ടുള്ള കാര്യം. ഇനി എന്തൊക്കെ പറഞ്ഞാൽ